എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മുമ്പ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എല്ലാം ചെക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഈ കാര്യം ഇപ്പോഴും അറിയാത്ത അല്ലെങ്കിൽ സംശയമുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഇതേപോലുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ ഈ ഒരു കാര്യം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഈ കാര്യങ്ങൾ ഇപ്പോഴും അറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് HSCAP എന്ന് പറയുന്ന നമ്മളുടെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളെല്ലാം ചെക്ക് ചെയ്തതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായി നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ 3 വിവരങ്ങളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 വിവരങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആദ്യം കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൽക്കാലം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കണം. അപ്പോൾ ആ കാര്യം ഇവിടെ കാണാം. ഇനി അതിന് താഴെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നും ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുമുള്ള കാര്യം കാണാൻ സാധിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുന്നതിനും നിങ്ങളുടെ റാങ്ക്ഡ് ലിസ്റ്റ് അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കുന്നതിനുമായി താഴെയുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് സ്ലിപ്പും നമുക്ക് ആവശ്യമാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആ ഒരു വീഡിയോയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങളിൽ സംശയമുണ്ടാവും, ഈ കാര്യങ്ങൾ അറിയാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ടാവും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക.